എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും വലിയ സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ 1600 വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2025 പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ, അതായത് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് തുടർന്നും ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിലും അതുപോലെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരെങ്കിൽ ഇത് ബാധകമല്ല. സാമൂഹിക സുരക്ഷാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം വാങ്ങുന്നവർ വിവിധ രേഖകൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീയതികളൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചും വരുമാന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അറിയിപ്പ് പറയുന്നത്. ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന ഇവയ്ക്കാണ്, എന്നാൽ അവയുടെ തീയതികളായിട്ടില്ല. പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിംഗ് തന്നെയാണ്. ജൂൺ മാസത്തോടെ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ ആയിരിക്കും വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെ തീയതി വെച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം തന്നെ ആരംഭിക്കേണ്ടതാണ്. വാർഷിക മസ്റ്ററിംഗ് നിലവിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും, പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പ്രക്രിയ കൂടിയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നാം സമീപിക്കേണ്ടതാണ്. നിലവിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ സൗജന്യമായിരിക്കുമെങ്കിലും ഇപ്പോൾ അതിനൊരു ഫീസ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വച്ച് നോക്കുകയാണെങ്കിൽ 30 രൂപയായിരുന്നു അന്നത്തെ ഫീസ്. അതിനുശേഷം ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ 50 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ്. തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് ആയിട്ടില്ല. ആരും അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല. പെൻഷൻ നമുക്ക് നിലവിൽ സർക്കാർ പറയുന്ന തീയതികളിൽ ഒരു തടസ്സവും കൂടാതെ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ എന്നാണോ മസ്റ്ററിംഗ് തീയതികൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്ത് അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എങ്കിൽ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. നിലവിൽ അതിൻ്റെ തീയതികളായിട്ടില്ല. രണ്ടാമതായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റാണ്. ഈ വർഷം മുതൽ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടുമെന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ നിന്ന് നമുക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരായിട്ടുള്ളവരുണ്ട്. കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ പരിശോധനയോടെ ഇത് തെളിയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അത് ആവശ്യപ്പെടുമെന്ന് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അത് സമർപ്പിക്കേണ്ട തീയതികൾ കൃത്യമായിട്ട് സർക്കാർ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ അതിൻ്റെ തീയതികളായിട്ടില്ല. സർക്കാർ അറിയിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം സമയം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളോ വഴി നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കിത് അപ്രൂവായി കിട്ടുന്നതാണ്. അതിനുശേഷം ഡോക്യുമെൻ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കൃത്യമായിട്ട് തന്നെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ സൈറ്റ് വഴി തന്നെ അപ്ലോഡ് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണ് കാണിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിന്നീട് പെൻഷൻ നഷ്ടമാവുന്നതാണ്. അങ്ങനെയുള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒരുപക്ഷെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഇനി
മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനായിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനായിക്കോട്ടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എല്ലാവരുടെയും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് കാണും. അങ്ങനെ ആ അക്കൗണ്ട് ലിങ്കായിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് തന്നെ ബാങ്കിൽ ചെന്ന് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്ത് വയ്ക്കേണ്ടതാണ്, ആവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യം ഉടമയ്ക്ക് തന്നെ ആ സഹായം എത്തുന്നെന്ന് സ്ഥിരീകരിക്കാൻ സർക്കാരിന് ഇത് മുഖേന സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആധാർ സീഡിങ്ങും നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ വിതരണം നടത്തുന്നതും കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്ത ആധാർ കാർഡുകളാണ് കയ്യിലുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പെൻഷൻ ഗുണഭോക്താക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.